കൊന്നൊടുക്കലിൽ അഭിരമിക്കുന്ന ഭരണകൂടം. രാഷ്ട്രീയമായി ഒരു ഭരണ സംവിധാനത്തിനും ചേരാത്ത വിശേഷണമാണ് ഇത്. പ്രത്യേകിച്ച് ലോകത്തിനു മുന്നിൽ ജനാധിപത്യം അതിന്റെ സമഗ്രാർത്ഥത്തിൽ തലയെടുപ്പോടെ നിലകൊള്ളുന്ന ഇന്ത്യ പോലൊരു രാജ്യത്ത്. ഭോപ്പാലിൽ തടവറയുടെ കഠിനത ഭേദിച്ച 8 തടവുകാരുടെ നിരത്തിക്കിടത്തിയ ജഡങ്ങൾ കണ്ടതിന് പിന്നാലെ ലോകം മധ്യപ്രദേശിലെ ബിജെപി സർക്കാരിനോട് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം കൊന്നൊടുക്കലിനെ കുറിച്ചാണ്. അല്ലെന്ന് വരുത്താൻ സർക്കാർ നടത്തുന്ന പെടാപ്പാടുകൾ സംശയത്തെ ബലപ്പെടുത്തുന്നതേയുള്ളൂ. ഇവരാണ് ആ 8 പേർ. സർക്കാർ രേഖകളിൽ നിരോധിത സംഘടനയായ സിമിയുടെ പ്രവർത്തകരായ 8 ഭീകരർ. കഴിഞ്ഞ മാസം 31 പുലർച്ചെ ഭോപ്പാൽ സെൻട്രൽ ജയിലിലെ വാർഡനെ വധിച്ച ശേഷം രക്ഷപ്പെട്ട് മണിക്കൂറുകൾക്കകം പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 8 പേരും വധിക്കപ്പെടുന്നു. ജയിൽ ചാട്ടത്തിനും ഏറ്റുമുട്ടലിനും നൽകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വിശദീകരണങ്ങൾ പലപ്പോഴും തിരിഞ്ഞുകൊത്തുന്നു. ഏറ്റുമുട്ടൽ വ്യാജമായിരുന്നു എന്ന നിഗമനങ്ങളിലേക്ക് അതിവേഗമെത്തുന്ന സംസാരിക്കുന്ന തെളിവുകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഭോപ്പാലിലേത് വ്യാജ ഏറ്റുമുട്ടലാണ് എന്ന ആരോപണങ്ങൾക്ക് അടിവരയിടുന്ന പലതുമുണ്ട്. ജയിൽ ചാട്ടം മുതൽ ഏറ്റുമുട്ടൽ നടന്നയിടത്ത് നിന്ന് പുറത്തുവന്ന ദൃശ്യങ്ങൾ വരെ ബിജെപി സർക്കാരിനുള്ള ചോദ്യങ്ങളാണ്. ജയിൽ സുരക്ഷ മുതൽ വർഗീയ ധ്രുവീകരണവും കലാപവും അതിന്റെ രാഷ്ട്രീയ നേട്ടവും വരെ ചോദ്യങ്ങളാകുന്നു. ഗുജറാത്തിൽ നരേന്ദ്രമോദിയുടെ ഭരണത്തിലെ കലാപകാലത്തിന്റെ രാഷ്ട്രീയ ഗുണം നേടിയെടുത്ത ബിജെപിക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുമാകില്ല. ഭോപ്പാലിനെ ചുറ്റിപ്പറ്റി ദുരൂഹതകൾ പലതാണ്. ജയിൽ ചാട്ടത്തിൽ തുടങ്ങി വെടിവെച്ച് വീഴ്ത്തൽ വരെ നീണ്ട ആ സംഭവ പരമ്പരയുടെ ഓരോ കോണിലും നിറഞ്ഞു നിൽക്കുന്നത്. അവിടെ ഉയരുന്ന സ്വാഭാവിക സംശയങ്ങളെ ഒരുപക്ഷെ ഒരു അന്വേഷണം കൊണ്ടും ദൂരീകരിക്കാൻ കഴിഞ്ഞേക്കില്ല. കാരണം അതിനു പിന്നിലെ രാഷ്ട്രീയം തന്നെയാണ്. 30 അടിയിലേറെ ഉയരമുള്ള ചുറ്റുമതിലുള്ള ഭോപ്പാൽ സെൻട്രൽ ജയിലിനുള്ളിലാണ് ദുരൂഹതകളുടെ ആദ്യ പകുതി. സുരക്ഷയ്ക്ക് ISO സർട്ടിഫിക്കറ്റ് കിട്ടിയ ഇന്ത്യയിലെ ആദ്യ ജയിൽ. ഇവിടെ നാടകീയമായി അരങ്ങേറുന്ന തടവുചാട്ടം. സ്പൂണും ജയിലിൽ ഭക്ഷണം വിളമ്പുന്ന പാത്രത്തിന്റെ മൂർച്ചയുള്ള അരികും ഉപയോഗിച്ച് ജയിൽ ജീവനക്കാരനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുന്നു. പിന്നെ ബെഡ്ഷീറ്റുകൾ കൂട്ടിക്കെട്ടി മതിലിന് മുകളിലേക്കെറിഞ്ഞ് ഓരോരുത്തരായി രക്ഷപ്പെടുന്നു. തടവുചാട്ടത്തിന്റെ ആസൂത്രണം, അതിന് ലഭിക്കാൻ സാധ്യതയില്ലാത്ത അവസരങ്ങൾ, ഒരേ സമയം സെല്ലിൽ നിന്ന് പുറത്തു കടക്കൽ, 2400ഓളം തടവുകാരുള്ള ജയിലിൽ നിന്നുള്ള അതിസാഹസികമായ രക്ഷപ്പെടൽ, അങ്ങനെ പലതിലുമുണ്ട് പൊരുത്തക്കേടുകൾ. പ്രതികൾ ജയിൽ ചാടി പുറത്തെത്തി എന്ന പോലീസിന്റെ അവകാശവാദം അംഗീകരിച്ചാൽ തന്നെ അതിനുള്ള CCTV ദൃശ്യങ്ങളുടെ തെളിവുകൾ മുന്നോട്ട് വെക്കാനാകാതെ പരുങ്ങുകയാണ് മധ്യപ്രദേശ് സർക്കാർ. ജയിൽ ചാട്ടത്തെക്കുറിച്ച് NIA അന്വേഷണത്തിന് ഉത്തരവിട്ട് ആദ്യ പകുതിയിൽ ഉയർന്ന സന്ദേഹങ്ങൾക്ക് തടയിടാനുള്ള നീക്കവും ഇതിനകം സജീവമാക്കി. ഭോപ്പാലിന് 10 കിലോമീറ്റർ അകലെ ആചാർപുര ഗ്രാമത്തിൽ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ ജയിൽ ചാടിയ പ്രതികൾ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് പിന്നെ ലോകം കേട്ടത്. 1.5 മണിക്കൂർ നീണ്ട ഏറ്റുമുട്ടലിനൊടുവിലാണ് 8 പേരെയും വധിച്ചു എന്ന വിശദീകരണവും പിന്നീടെത്തിയത്. ഒരേ വിഷയത്തിൽ സർക്കാരും പോലീസും നിരത്തിയ വാദമുഖങ്ങളിലെ പൊരുത്തക്കേടുകൾ ദുരൂഹതകളുടെ മറ നീക്കി പുറത്തെത്തിച്ചു. ഭീകരർ നാടൻ തോക്കുകളും മൂർച്ചയേറിയ ആയുധങ്ങളുമായി പോലീസിനെ ആക്രമിച്ചപ്പോഴാണ് തിരിച്ചടിച്ചത് എന്നായിരുന്നു IG-യുടെ വിശദീകരണം. जवाबी फायर में पुलिस पार्टी ने भी फायर किया, जिसमें जिला पुलिस, STF, CTG की टीम्स थी. इन लोगों ने फायर किया और जब ये फायरिंग 10:30 से 11:30 के बीच में करीब हुई और जब खत्म हुई तब ये पाया गया कि वहां 8 व्यक्ति मृत थे. നിരായുധരായിരുന്നുവെങ്കിലും ഭീകരരെ വധിക്കുകയേ മാർഗമുണ്ടായിരുന്നുള്ളൂ എന്ന ആഭ്യന്തരമന്ത്രി ഭൂപേന്ദ്ര സിംഗിന്റെ വെളിപ്പെടുത്തൽ വെട്ടിലാക്കിയത് ബിജെപിയെ ആകെയാണ്. ഏതു വിധേനയും ജയിൽ ചാടിയവരെ കണ്ടെത്താൻ ഇറങ്ങിപ്പുറപ്പെട്ട പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ കുറ്റകരമായ വീഴ്ചകൾ ഇനിയുമേറെ. സിമി ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിന്റെ ഇപ്പോൾ പുറത്തുവന്ന ദൃശ്യങ്ങൾ മാത്രം മതി ഏറ്റുമുട്ടൽ വ്യാജമാണ് എന്ന് തെളിയിക്കാൻ. മനുഷ്യവാസമില്ലാത്ത ഒരു മൊട്ടക്കുന്നിനു മുകളിൽ കീഴടങ്ങലിന് സന്നദ്ധരായി നിൽക്കുന്ന ജയിൽ ചാടിയ പ്രതികളുടെ ദൃശ്യങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനം. കൊലപ്പെടുത്തി നിരത്തിയിട്ട മൃതദേഹങ്ങളിലൊന്നിലേക്ക് ഒരു പോലീസുകാരൻ നിരയൊഴിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. തന്ത്രപ്രധാനമായ ഒരു ഓപ്പറേഷൻ നടന്ന സ്ഥലത്ത് യാതൊരു മുൻകരുതലുമില്ലാതെ ജനങ്ങളെ പ്രവേശിപ്പിച്ചതിന് പിന്നിലും ഫോറൻസിക് തെളിവുകൾ ശേഖരിക്കാതെ മൃതദേഹങ്ങൾക്കൊപ്പം മറ്റു വസ്തുക്കളും നീക്കം ചെയ്തതിലും അപകടകരമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ സ്വാഭാവികമായും സംശയിക്കാം. ഭോപ്പാലിലേത് വ്യാജ ഏറ്റുമുട്ടലാണ് എന്ന് അടിവരയിടുന്ന തെളിവുകൾ ഇനിയുമുണ്ട്. ശക്തമായ, ഖണ്ഡിക്കാനാകാത്ത ശാസ്ത്രീയ തെളിവുകൾ.
അവയുടെ ഉള്ളറകളിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യ അജണ്ടയോട് ഇനിയും മുഖം തിരിക്കാനാകില്ല ബിജെപി സർക്കാരിന്. കാരണം അവ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഭോപ്പാലിൽ നടന്നത് വ്യാജ ഏറ്റുമുട്ടലാണ് എന്ന വാദത്തിന് ബലം പകരുന്ന തെളിവുകൾ ഇനിയുമേറെ. അതിലൊന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനുമായുള്ള പോലീസ് സേനാംഗത്തിന്റെ സംഭാഷണങ്ങളുടെ ശബ്ദരേഖ. ജയിൽ ചാടിയ തടവുകാരായ 8 പേരെയും വെടിവെച്ചു കൊല്ലാൻ നിർദ്ദേശിക്കുന്നതാണ് ഈ ശബ്ദരേഖ. പോലീസ് കൺട്രോൾ റൂമിൽ നിന്നാണ് ഇത് റെക്കോർഡ് ചെയ്യപ്പെട്ടത് എന്നാണ് കരുതുന്നത്. മുകളിൽ നിന്നുള്ള നിർദ്ദേശം പിൻപറ്റി എല്ലാവരെയും കൊന്നതായും ഗെയിം അവസാനിച്ചതായും സംഭവത്തിന് ശേഷം പോലീസുകാർ തമ്മിൽ പറയുന്നുമുണ്ട്. നിരായുധരായ 8 പേരെ വധിക്കാൻ 1.5 മണിക്കൂറല്ല 9 മിനിറ്റ് പോലും വേണ്ടി വന്നില്ല എന്നത് ചുരുക്കം. ഇതിനൊക്കെ പുറമെയാണ് ഏറ്റുമുട്ടലുണ്ടായ ആചാർപുരി ഗ്രാമവാസികളെ കയ്യിലെടുക്കാൻ സർക്കാർ നടത്തിയ നീക്കങ്ങൾ. ഗ്രാമത്തിന് 40 കോടി രൂപ പാരിതോഷികം നൽകാനുള്ള തീരുമാനം സത്യം പുറത്തുവരുന്നത് തടയാനുള്ള പരിശ്രമമായി വേണം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ അത്തരമൊരു ആക്ഷേപത്തിന് വ്യക്തമായ മറുപടി നൽകാൻ ശിവരാജ് സിംഗ് ചൌഹാന്റെ ഭരണകൂടത്തിന് ആയിട്ടുമില്ല. ഇവിടെ പ്രതിക്കൂട്ടിലാകുന്നത് ബിജെപിയാണ്. ഭീകരരുമായുള്ള ഏറ്റുമുട്ടലുകളുടെ പേരിൽ വിമർശനങ്ങളേറ്റ അതേ വിമർശനങ്ങളെ ഉയർത്തിക്കാട്ടി രാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്തെടുത്ത ബിജെപി. ഗുജറാത്ത് കലാപകാലത്ത് പരീക്ഷിച്ച് വിജയിച്ച സമാനതകളില്ലാത്ത ഈ രാഷ്ട്രീയ ചേരുവ നന്നായി വഴങ്ങുന്നതും ബിജെപിക്ക് തന്നെയാണ്. മാധ്യമങ്ങളടക്കം എതിർപ്പുകളുടെ വായ മൂടിക്കെട്ടുന്ന, പ്രതിഷേധങ്ങളെ വകവയ്ക്കാതെ സ്വന്തം അജണ്ടകളുമായി മുന്നോട്ടു പോകുന്ന ബിജെപിയുടെ എക്കാലത്തെയും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ തന്ത്രങ്ങളോട് സമരസപ്പെടുന്ന ഭീകരവേട്ടയാണ് ഭോപ്പാലിലേത്. ബിജെപി ഉയർത്തിക്കാട്ടുന്ന ദേശീയത പലപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ആർഎസ്എസിന്റെ തത്വദീക്ഷയുടെ രാഷ്ട്രീയ പരിച്ഛേദമായി അറിയപ്പെടുന്നതുകൊണ്ട്. ബഹുസ്വരതയുടെ, വൈവിധ്യങ്ങളുടെ പാരമ്പര്യത്തെ ഉയർത്തിക്കാട്ടുമ്പോഴും ന്യൂനപക്ഷത്തിനും ഭൂരിപക്ഷത്തിനുമിടയിൽ വേറിട്ട രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുടെ കാണാത്ത രേഖ വരച്ചാണ് ബിജെപിയുടെ പ്രവർത്തനം. തീവ്ര ഹിന്ദുത്വ പാരമ്പര്യത്തെ ഉയർത്തിക്കാട്ടുന്ന ബിജെപിയുടെ രാഷ്ട്രീയം ന്യൂനപക്ഷങ്ങളിൽ ഭീതി ഉളവാക്കുന്നതിന് കാരണം തേടേണ്ടതില്ല. പ്രത്യേകിച്ച് ഗുജറാത്ത് കലാപകാലത്തെ നടുക്കുന്ന ഓർമ്മകൾ നമുക്ക് മുന്നിലുള്ളപ്പോൾ. ഭൂരിപക്ഷത്തെ ഒപ്പം നിർത്താനുള്ള പ്രായോഗിക നീക്കങ്ങൾക്ക് ബിജെപി വളമാക്കിയതത്രയും ന്യൂനപക്ഷത്തിന്റെ മേൽ പതിപ്പിച്ച സംശയത്തിന്റെ നിഴലുകളായിരുന്നു. ഇതിനെതിരെ ഉയരുന്ന ചോദ്യങ്ങളെ നേരിടാൻ ബിജെപിയുടെ മുതിർന്ന നേതാക്കൾക്ക് പോലും സ്ഥിരം മറുപടിയുണ്ട്. मुझे मन में दुख होता है, कभी कभी कोई आतंकवादी घटना हुए, नहीं तो कोई सिमी वाले पकड़े, नहीं तो और किसी को कोई एनकाउंटर में मारा. ये लोग देश के हित में नहीं सोच के केवल आतंकियों को मदद करने में दौड़ रखते हैं और एक दूसरे से कंपटीशन में रखते हैं. कारण क्या है? वोट बैंक पॉलिटिक्स है. മുസ്ലിങ്ങൾ എന്നാൽ തീവ്രവാദികളോ അവരോട് അടുത്തു നിൽക്കുന്നവരോ എന്ന പ്രതീതി ജനിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ. ഈ നീക്കങ്ങളുടെ ഒടുവിലത്തെ തുടർച്ചയായി ഭോപ്പാൽ ഭീകരവേട്ടയെ കാണുന്നവരാണ് അധികവും. തീവ്രവാദ ബന്ധം ആരോപിക്കപ്പെട്ട, പിടിക്കപ്പെടുന്നവരോ പ്രതിചേർക്കപ്പെട്ടവരോ എല്ലാം മുസ്ലിം വിശ്വാസികളായിരുന്നു. ജയിൽ ചാടാൻ ശ്രമിച്ചവരും അതിനിടെ കൊല്ലപ്പെട്ടവരും ഈ വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു? കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് ആധികാരിക രേഖകളോടെ ഉന്നയിച്ച ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടേണ്ടതുണ്ട്. പ്രത്യേകിച്ച് യുപി തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ മധ്യപ്രദേശിൽ 5 പേർ വൻ ഭീകരാക്രമണ പദ്ധതിയുമായി ജയിൽ ചാടുകയും വധിക്കപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ന്യൂനപക്ഷങ്ങളുടെ ഭീകരബന്ധം ഉയർത്തിക്കാട്ടി ഭൂരിപക്ഷത്തെ ഒപ്പം നിർത്താനുള്ള രാഷ്ട്രീയ നീക്കമല്ലെന്ന് എങ്ങനെ പറയാനാകും? തടവ് ചാടിയ ഭീകരർ സായുധരോ നിരായുധരോ ആയിക്കൊള്ളട്ടെ, കീഴടങ്ങാനുള്ള സന്നദ്ധത അറിയിക്കുന്ന പ്രതിയോഗിയെ ജീവനോടെ പിടികൂടുക എന്ന ഏത് യുദ്ധത്തിന്റെയും സാമാന്യമായ നൈതികത ഇവിടെ എന്തുകൊണ്ട് പോലീസ് പാലിച്ചില്ല? ഉത്തരം ലളിതമാണ്. തടവ് ചാടിയവരെ ഭീകരർ എന്ന് വരുത്താൻ, അത് നാട് നീളെ പ്രഘോഷിച്ച് നടക്കാൻ ഭോപ്പാലിൽ വളരെ എളുപ്പമായിരുന്നു. അത് തന്നെയാണ് പോലീസ് ചെയ്തതും. ബിജെപി ആഗ്രഹിച്ചതും മറ്റൊന്നല്ല. ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളുടെ രക്തക്കറയിലല്ല ഇന്ത്യൻ ജനാധിപത്യ ചരിത്രം അറിയപ്പെടേണ്ടത് എന്നുറപ്പാക്കാനുള്ള ബാധ്യത പക്ഷേ ബിജെപിക്ക് മാത്രമല്ല എന്ന്